ഇപ്പോൾ വരുന്നൊരു വാർത്ത നമ്മളെ ലേശം അലോസരപ്പെടുന്നതാണ്. സൗദി അറേബ്യയ്ക്ക് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണ ശ്രമം ഉണ്ടായി. കിഴക്കൻ മേഖല ലക്ഷ്യമിട്ടെത്തിയ 30-ലേറെ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും തകർത്തതായി പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു. കുവൈറ്റ് വിമാനത്താവളത്തിലെ എണ്ണ ടാങ്കർ ലക്ഷ്യമിട്ടും ആക്രമണം നടന്നുവെന്നാണ് വിവരം. ഇപ്പോൾ ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം ചേരും, അതുപോലെ UAE-യിൽ നിന്ന് മുഹമ്മദ് റഖീസും ചേരുന്നുണ്ട്. ആദ്യം ജലീലിലേക്ക്. ജലീൽ, എന്തായാലും ഈ വന്ന ഡ്രോണുകളൊക്കെ തന്നെ തകർക്കാൻ കഴിഞ്ഞു എന്നാണോ സൗദി പ്രതിരോധ സേന അവകാശപ്പെടുന്നത്? SKN തുടർച്ചയായ ആക്രമണമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് സൗദിക്ക് നേരെ ഉണ്ടാകുന്നത്. സൗദി പ്രതിരോധ മന്ത്രാലയം അല്പം മുമ്പ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 30-ലേറെ ആക്രമണ ശ്രമങ്ങളാണ് സൗദിക്ക് നേരെ കഴിഞ്ഞ രാത്രിയിൽ മാത്രം ഉണ്ടായത്. 30 ഡ്രോണുകളും ഒരു ബാലിസ്റ്റിക് മിസൈലും തകർത്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. എല്ലാം തകർത്തു. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല, നാശനഷ്ടങ്ങളുമില്ല. എല്ലാ ആക്രമണങ്ങളും കിഴക്കൻ മേഖലയ്ക്ക്, സൗദിയുടെ കിഴക്കൻ മേഖലയ്ക്ക് നേരെയാണ് ഉണ്ടായിരിക്കുന്നത്. അമേരിക്കൻ താവളങ്ങളും എണ്ണപ്പാടങ്ങളും അതോടൊപ്പം തന്നെ എണ്ണ ശുദ്ധീകരണശാലകളും ഒക്കെ ലക്ഷ്യം വെച്ചാണ് ഈ കിഴക്കൻ മേഖലയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. പരിഭ്രാന്തി വേണ്ട എന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ജാഗ്രത മതി. അതോടൊപ്പം തന്നെ സുരക്ഷാ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കണം എന്നുള്ള നിർദ്ദേശവുമുണ്ട്. സമാധാന ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഗൾഫിന് നേരെ ആക്രമണം തുടരുകയാണ്. ട്രംപിന്റെ ഈ വെടിനിർത്തൽ ഈ പ്രഖ്യാപനത്തിന് ശേഷവും തുടർച്ചയായ ആക്രമണങ്ങളാണ് സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് നാടുകൾക്ക് നേരെ ഉണ്ടാകുന്നത്. സമാധാന ശ്രമങ്ങളിലും നയതന്ത്ര നീക്കങ്ങളിലും സൗദി ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നു എന്നതാണ് മറ്റൊരു റിപ്പോർട്ട്. പാകിസ്ഥാന്റെയും തുർക്കിയുടെയും ഈജിപ്തിന്റെയും ഒക്കെ ഭരണാധികാരികളോ അല്ലെങ്കിൽ സർക്കാർ പ്രതിനിധികളോ കഴിഞ്ഞ ദിവസം സൗദിയിലെത്തി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. SKN ഇനി UAE-യിൽ എന്തൊക്കെയാണ് കാര്യങ്ങളെന്നറിയാൻ വേണ്ടി UAE-യുടെ ആകാശത്ത് സമാധാനം കളിയാടുന്നു എന്നറിയാൻ UAE-യിൽ നിന്ന് മുഹമ്മദ് റഖീസ് കൂടി ചേരുന്നു. റഖീസ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN അല്പസമയം മുൻപ് ഈ ഇറാൻ ഗാർഡ്സ് തങ്ങൾ ഏതൊക്കെ കേന്ദ്രങ്ങളിലേക്ക് രാവിലെ ആക്രമണം നടത്തി എന്നുള്ളതിന് ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും അവർ പറയുന്നത് കുവൈറ്റും ബഹ്റൈനും കേന്ദ്രീകരിച്ച് രാവിലെ കാര്യമായിട്ടുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നാണ്. അതായത് 80th വേവ് ഓഫ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്നുള്ള ഒരു ഓപ്പറേഷൻ നെയിമിൽ അവർ പറയുന്നത് ബഹ്റൈനും കുവൈറ്റും കേന്ദ്രീകരിച്ച് കാര്യമായ ആക്രമണം രാവിലെ നടത്തിയിട്ടുണ്ടെന്നാണ്. നമ്മളും രാവിലെ കൃത്യം അത് തന്നെയാണ് പറഞ്ഞത്. കാരണം ഏതാണ്ട് UAE-യിലും അല്ലെങ്കിൽ സൗദി അറേബ്യ ഒപ്പം തന്നെ കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലാണ് രാവിലെ ആക്രമണം ഉണ്ടായത്. UAE-യെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റിടങ്ങളിലും കാര്യമായിട്ടുള്ള ആക്രമണം അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ ബഹ്റൈനും കുവൈറ്റും കാര്യമായി തന്നെ ലക്ഷ്യമിടുന്നുണ്ട് ഇറാൻ. അതിൽ പ്രധാനമായിട്ടും കുവൈറ്റാണ് ലക്ഷ്യമിടുന്നത്. രാവിലെ എയർപോർട്ട് കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടാകുന്നു. എയർപോർട്ടിലെ എണ്ണ ടാങ്കറിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അത് നേരിട്ടുള്ള ഒരു മിസൈൽ പതിച്ച് ഒരു വലിയ തീപിടുത്തം ഉണ്ടായിട്ടില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണ് പതിച്ചിട്ടുള്ള ഒരു ആക്രമണത്തിൽ അവിടെ ഒരു തീപിടുത്തം ഉണ്ടാകുന്നു. ആ തീ ഇതുവരെയും പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. കുവൈറ്റിൽ ഇന്നലെ ഈ ഒരു വൈദ്യുതി ലൈനുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണം, ആ ആക്രമണത്തിന്റെ ഭാഗമായി ഏതാണ്ട് വൈകിട്ടോട് കൂടി കുറെ സമയമെടുത്തതിനു ശേഷമാണ് അവിടുത്തെ വൈദ്യുതിയൊക്കെയും വീണ്ടും കൃത്യമായി പുനഃസ്ഥാപിക്കാൻ പലയിടങ്ങളിലും കഴിഞ്ഞത്. അപ്പോൾ കാര്യമായി കുവൈറ്റ് കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിലായി ആക്രമണം ഉണ്ടായത് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് ബഹ്റൈനിലാണ്. ബഹ്റൈനിൽ അലാം സിഗ്നലുകൾ വന്നു. അത് 3 തവണ, കഴിഞ്ഞ 3 ദിവസം എന്നുള്ളത് പോലെ തന്നെ ഈ ഒരു ദിവസവും 3 തവണയാണ് ബഹ്റൈൻ കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടായത്. അപ്പോൾ ബഹ്റൈനെ കൃത്യമായി ലക്ഷ്യമിടുന്നു, ഒപ്പം തന്നെ കുവൈറ്റിനെ ലക്ഷ്യമിടുന്നു. കാര്യമായി തന്നെ വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് കുവൈറ്റ് പോകുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ 3 മാസം എടുത്താൽ പോലും കുവൈറ്റിൽ സാധാരണഗതിയിലേക്ക് തിരിച്ചു വരാൻ വലിയ പാട് സാമ്പത്തിക മേഖല നേരിടും എന്നുള്ള ഒരു വിലയിരുത്തൽ വലിയ തോതിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടി കുവൈറ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം ശക്തമാവുകയാണ്. എന്തായാലും ഒരു ഭാഗത്ത് ചർച്ചകൾ കാര്യമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പല രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാരുമായിട്ട് UAE പ്രസിഡന്റ് അടക്കമുള്ളവർ സംസാരിച്ചിട്ടുണ്ട്. സംഘർഷത്തിൽ അയവ് വരണം എന്നുള്ള കാര്യത്തിൽ അവർ ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാത്രമല്ല അടുത്തൊരു 2-3 ദിവസം ഈ മഴയുമായി ബന്ധപ്പെട്ടുള്ള ചില വലിയ മുന്നറിയിപ്പുകൾ കൂടി UAE കേന്ദ്രീകരിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിനെ കൂടി നേരിടണം. അപ്പോൾ അങ്ങനെ മറ്റു പല കാര്യങ്ങൾക്കും ഇടപെടൽ നടത്തേണ്ട സമയത്ത് പല വലിയ ഈ സാമ്പത്തിക മേഖലയിലുള്ള പല ഒരു പരിപാടി. മുഹമ്മദ് റഖീസാണ് UAE വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.